ഇന്ത്യയിലെ സാധാരണക്കാരായ ജനകോടികൾക്കുമേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അപ്രതീക്ഷിത സാമ്പത്തിക കടന്നാക്രമണത്തിന് 9 വർഷം തികഞ്ഞിരിക്കുന്നു. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുകളഞ്ഞ നോട്ട് നിരോധനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഇന്നും ജനം വലയുകയാണ്. ഇരുട്ടി വെളുക്കും മുൻപേ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ ആ തീരുമാനത്തിന് കാരണമായി പ്രധാനമന്ത്രി പറഞ്ഞത് കള്ളപ്പണത്തിന്റെ അനിയന്ത്രിതമായ ഒഴുക്കായിരുന്നു. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നതിലൂടെ രാജ്യത്ത് കള്ളപ്പണം ഒഴുകുന്നത് തടയിടാനാകുമെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെയും മയക്കുമരുന്ന് കച്ചവടങ്ങളെയും ഇല്ലാതാക്കാനാകുമെന്നുമാണ് മോദി പറഞ്ഞത്. എന്നാൽ 9 വർഷങ്ങൾക്കിപ്പുറം പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നടന്നില്ലെന്നു മാത്രമല്ല, അവയുടെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രഖ്യാപനത്തിന് ശേഷമുള്ള റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കുന്നത് നിരോധിച്ച നോട്ടുകളുടെ 99% തിരിച്ചെത്തി എന്നാണ്. അഥവാ നിരോധനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം തന്നെ പാളിയെന്നർത്ഥം. രണ്ടാമതായി മുന്നോട്ട് വെച്ച ലക്ഷ്യം തീവ്രവാദ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കച്ചവടങ്ങളും ഇല്ലാതാക്കുമെന്നായിരുന്നു. എന്നാൽ പഹൽഗാം അടക്കമുള്ള തീവ്രവാദ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന ലഹരി കേസുകളുടെ തോതും ആ ലക്ഷ്യവും കൈവരിക്കുന്നതിൽ പദ്ധതി പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യറിയിൽ നിന്ന് പോലും മോദിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. നോട്ട് നിരോധനം പരാജയമാണെന്ന് പറഞ്ഞ് RBI ഗവർണറായിരുന്ന രഘുറാം രാജൻ പോലും പരസ്യമായി രംഗത്തു വന്നു. രാജ്യത്തെ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെയാണ് നോട്ട് നിരോധനം ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത്. കോടിക്കണക്കിനു പേരുടെ ജീവിതമാർഗം തകർന്നു. 100 കണക്കിനു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ ATMകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ വരി നിന്ന് കുഴഞ്ഞു വീണ മരിച്ചവരുണ്ട്. തുടങ്ങിയ സംരംഭങ്ങൾ പൂട്ടേണ്ടി വന്ന നിരാശയിൽ ആത്മഹത്യയിലേക്ക് തള്ളിയിടപ്പെട്ടവരുണ്ട്. പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ തീർത്തും പരാജയപ്പെട്ടു പോയൊരു തീരുമാനമായിരുന്നു നോട്ട് നിരോധനം. യാതൊരു പഠനവും നടത്താതെ കോർപ്പറേറ്റ് പ്രീണനം മാത്രം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ പദ്ധതി സാധാരണക്കാരന് ബാക്കി വെച്ചത് നിരാശയും കഷ്ടപ്പാടും ദുരിതവും മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.